ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ചാനലിൽ കുറച്ചായി വീഡിയോസൊക്കെ വന്നിട്ട്, അപ്പോൾ ഞാൻ നാട്ടിൽ വെക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നൊരു ഈസി ആയിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പി ഇടാമെന്ന്. ഇപ്പോൾ നാട്ടിൽ നന്നായിട്ട് മാങ്ങയൊക്കെ കിട്ടുന്ന സീസണല്ല, അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തിന് കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുളകും നന്നായിട്ട് ചുട്ടെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ, ചെറിയൊരു തേങ്ങയാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവിയത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു 5 ചുവന്നുള്ളിയും, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കൈപ്പിടി നിറയെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പുളിയുടെ അളവും അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെ അളവൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ഈ ഒരു തേങ്ങ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ കമ്പിയിൽ ഇതൊന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അടുപ്പില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്യാസിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ആക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ തേങ്ങ ചിരവിയതാണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഒന്ന് ചുട്ട് വരുമ്പോൾ തന്നെ ചൂട് തട്ടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ നമുക്കിത് കരിയാതെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ചൂടാറാനായിട്ടൊന്ന് ഈ ഒരു കമ്പിമ്മേൽ നിന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ അത് കമ്പിമ്മേൽ നിന്ന് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. ജസ്റ്റ് ഒരു സ്പൂണോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട മുളകും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ മുളക് ഞാനൊരു കോലുമ്മ കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പിൽ കാണിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ മുളക് ചുടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയാതെ അതൊക്കെ നോക്കിയിട്ട് ചുട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉള്ളിയും കൂടെ ഒന്ന് കോലുമ്മ ആക്കിയതിന് ശേഷം തൊലി കളയാതെ തന്നെ ഈ ഒരു കമ്പിയിൽ ഞാനിത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അധികം വാടി പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലുള്ള ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് കഴുകി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് വറുത്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുത്ത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ എങ്ങനെയാണ് ഇത് ഉണക്കി വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് കഴുകി അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് കഴുകിയെടുത്തത്. ഇത് നമുക്ക് ചൂടുള്ള ഈ ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം ടൈം എടുത്ത്, നനഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആവില്ല. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വേവ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു പച്ചയായിട്ട് നിൽക്കും. അപ്പോൾ ചെമ്മീൻ വറുക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തേങ്ങ ഒന്ന് ടിഷ്യൂവിൽ തുടച്ച് അതിന് കരി കളഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു വറ്റൽമുളകും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ഈസി ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ മാങ്ങ നുറുക്കി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാങ്ങക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് അരക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ വലിയ പീസായതുകൊണ്ടാണ് സെപ്പറേറ്റ് പൊടിച്ചെടുത്തത്. എല്ലാം കൂടെ അടിക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പൊടിച്ചെടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ചുട്ടെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു മണവും അതുപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട്. സാധാ ചമ്മന്തിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ തോന്നി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്